ഹലോ ഗൈസ്, എല്ലാവർക്കും രവി ആൻഡ് കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. വളരെ കാലത്തിന് ശേഷമാണ് ഞങ്ങളൊരു ഹണ്ടിങ് വീഡിയോ ചെയ്യുന്നത്. അതായത് ബോൺസായിയാക്കി വളർത്താൻ പറ്റിയ തരത്തിലുള്ള ഒരു ഫൈക്കസ് വർഗത്തിൽപ്പെട്ട പ്ലാന്റിനെയാണ് ഇന്ന് ഹണ്ട് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 15 മിനിറ്റോളം യാത്ര ചെയ്താലേ ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. നമുക്ക് ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തെത്തുകയും അതിൻ്റെ ഹണ്ടിങ്ങും ഒന്ന് കാണാം. രാവിലെ ആയതിനാലും ഇത്തിരി മഴച്ചാറൽ ഉള്ളതുകൊണ്ടും നിരത്തിൽ ആരും തന്നെ ഇല്ല. ഞങ്ങൾക്ക് എതിർവശത്തു നിന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ റോഡ് വക്കത്ത് വണ്ടി പോകുന്നവരെ ഒതുക്കി നിർത്തിയതിന് ശേഷം മാത്രം തന്നെ മുമ്പോട്ട് പോകാൻ ആകുമായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഒരു വണ്ടിയും വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായി. നിങ്ങളീ കാണുന്ന പോലെ ഒരു വശത്ത് വയലും മറുവശത്ത് റബ്ബറുമാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഏതാണ്ട് 1-1.5 കിലോമീറ്ററോളം പോയാൽ തന്നെ നമുക്ക് കവലയിലെത്താം. അവിടെ നിന്നും വീണ്ടും നമുക്ക് പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഞങ്ങളിപ്പോൾ ഇട റോഡിൽ നിന്നും മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ പോയാൽ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്ത് എത്താനാവും. ഞങ്ങളിപ്പോൾ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അതിനെ ഹണ്ട് ചെയ്യാൻ നോക്കാം. നിങ്ങളീ കാണുന്നത് പോലെ ഉപയോഗശൂന്യമായ ഒരു കിണറിൻ്റെ ഉൾവശത്തായിട്ടാണ് ഞങ്ങൾ ഹണ്ട് ചെയ്യാൻ പോകുന്ന ഫൈക്കസ് പ്ലാന്റ് ഉള്ളത്. ആ പ്ലാന്റിനെ തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കിണറിന് മുകളിലൂടെ ഒരു മാവ് മറിഞ്ഞ് വീണ് കിടപ്പുണ്ട്. ആ മാവും ദൃശ്യങ്ങൾ കാണാം. നല്ല താഴ്ച ഉള്ളതും ഇത്തിരി പഴക്കമുള്ളതുമായ ഈ കിണർ ഇപ്പോൾ ഉപയോഗശൂന്യമായി തന്നെ കിടപ്പുണ്ട്. ഇതിനുള്ളിൽ ഒട്ടും തന്നെ വെള്ളവുമില്ല. ഒരു കാലത്ത് ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളും വെള്ളത്തിന് ആശ്രയിച്ചിരുന്ന ഒരു കിണറിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ കാണുമ്പോൾ നമുക്കും പ്രയാസമുണ്ടാവും. നിങ്ങളീ കാണുന്ന പോലെ നല്ല പച്ചപ്പും തഴപ്പുമുള്ള ഏതാണ്ട് 4-5 പ്ലാന്റുകൾ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്കൊന്ന് ഹണ്ട് ചെയ്തെടുക്കാം. പ്ലാന്റിൻ്റെ ചുവട് ഇത്തിരി താഴ്ചയിലായതിനാൽ വളരെ സൂക്ഷിച്ച് വേണം പ്ലാന്റിനെ എടുക്കാനെന്ന് പരിസരവാസിയായ ഒരാൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്ത് പ്രയാസമുണ്ടെങ്കിലും
ഇത്രയും ദൂരം പോയിട്ട് ആ പ്ലാന്റിനെ ഹണ്ട് ചെയ്യാതെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ഈ പ്ലാന്റിനെ ഇന്ന് ഹണ്ട് ചെയ്തിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. ഇത്തിരി പണിപ്പെട്ടാണെങ്കിൽ ഞങ്ങൾ പ്ലാന്റിന് വലിയ കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിക്കാതെ ഇളക്കി എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല ഹൈറ്റും തഴപ്പുമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട് തന്നെ നിങ്ങളൊന്ന് നോക്കൂ. ഏതാണ്ട് ഇപ്പോൾ തന്നെ ഒരു ബോൺസായി ലുക്കുണ്ട്, നല്ല ഹൈറ്റുമുണ്ട്. നമുക്കിനി ആവശ്യമില്ലാത്ത 1-2 വേരുകളെ കൂടെ ഇവിടെ വച്ച് മുറിക്കാം. കൂടാതെ ഹൈറ്റ് കൂടിയ ഈ കൊമ്പിനെ കൂടെ മുറിച്ച് കളയാം. നല്ല വണ്ണമുള്ള ചുവടോട് കൂടിയതും ഏതാണ്ട് ഒരു ബോൺസായി ലുക്കുള്ളതുമായ ഒരു മനോഹരമായ പ്ലാന്റ് ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി പ്ലാന്റിനെ പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ചെമ്മണ്ണും കറുത്ത മണ്ണെന്ന് പറയുമ്പോൾ മേൽമണ്ണും എടുത്ത് അതിനൊപ്പം തന്നെ കുറച്ച് മണൽ, ചാണകപ്പൊടിക്ക് പകരം ഞങ്ങൾ ആടിൻ കാഷ്ടമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ കുറച്ച് എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം പോട്ടിലേക്ക് മാറ്റി പ്ലാന്റിനെ നടാം. എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. പ്ലാന്റിനെ നടാൻ വേണ്ടി ഇത്തിരി പരന്ന ഒരു സിമൻറ്റ് ചട്ടിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചട്ടിയുടെ അടിഭാഗത്ത് 3 വലിയ ദ്വാരങ്ങളുമുണ്ട്. നമുക്ക് ചട്ടിയുടെ അടിഭാഗത്ത് ആദ്യം 1 ഇഞ്ച് കനത്തോളം ചരൽ നിറച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഉള്ളിൽ തങ്ങി നിൽക്കാതെ വാർന്നു പോകാൻ ഇത് സഹായിക്കും. ചരലിന് പകരം പഴയ ഓടിൻ്റെ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചട്ടിയുടെ 1/4 ഭാഗത്തോളം പോട്ടി മിക്സ് നിറയ്ക്കാം. പോട്ടി മിക്സ് നിറച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് പ്ലാന്റിന് ഇതിലേക്ക് നടണം. നടുന്നതിന് മുമ്പ് പ്ലാന്റിൽ ആവശ്യമില്ലാതെ നിൽക്കുന്ന വേരുകളെയും കൊമ്പുകളെയും ഒക്കെ ഒന്ന് മുറിച്ച് കളയണം. ബോൺസായി ആക്കി വളർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പ്ലാന്റിന് ഇത്രയും ഹൈറ്റിൻ്റെ ആവശ്യമോ അളവിൽ കൂടുതൽ വേരുകളുടെ ആവശ്യമോ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് മുറിച്ച് ഏതാണ്ടൊരു ബോൺസായി ലുക്കിലേക്ക് ഈ പ്ലാന്റിനെ നമുക്ക് കൊണ്ടുവരാം. പ്ലാന്റിൻ്റെ തായ്തടി പോയിട്ട് ബാക്കിയുള്ള ശിഖരങ്ങളെയും വേരുകളെയും ഒക്കെ തന്നെ നമ്മൾ മുറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ഈ തായ്തടി കൂടെ ഒന്ന് മുറിക്കണം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1.5 അടിയോളം ഹൈറ്റുണ്ട് ഈ തായ്തടിക്ക്. അത് നമുക്ക് ബോൺസായിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അതിനെ ഒരു ചുവട്ടിൽ നിന്നും 8-9 ഇഞ്ച് നീളം വച്ചിട്ട് ബാക്കി മുറിച്ച് കളയാം. മുറിച്ചു മാറ്റേണ്ടതൊക്കെ മുറിച്ചു മാറ്റിയപ്പോൾ ഇപ്പോൾ കാണാൻ നല്ലൊരു ബോൺസായി ലുക്ക് തന്നെ ഈ പ്ലാന്റിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റിന് ചട്ടിയുടെ നടുഭാഗത്ത് വെച്ചിട്ട് ചുറ്റും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം.
ചുറ്റും നല്ല രീതിയിൽ തന്നെ പോട്ട് മിക്സ് നിറച്ചതിന് ശേഷം കൈകൊണ്ട് അമർത്തി പ്ലാന്റ് മറിഞ്ഞ് വീഴാതെ ഉറപ്പിച്ച് നിർത്താം. ഇനി ഇത്തിരി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ഒന്നാന്തരം ബോൺസായിക്ക് വേണ്ട എല്ലാ പ്രത്യേകതകളും ഈ പ്ലാന്റിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എല്ലാ ശിഖരങ്ങളിലും മുളപൊട്ടി ഇലകൾ വന്ന് നല്ല മനോഹരമായ ഒരു ബോൺസായി തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.